ഈശോയെ, ഞങ്ങൾ പാപികളാണ് കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലുണ്ടാകണമേ. ഈശോയെ, അങ്ങയുടെ ദയ ഞങ്ങളുടെ മേലുണ്ടാകണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ ദയ തരണമേ കർത്താവേ. അങ്ങയുടെ കൃപ തരണമേ കർത്താവേ. അങ്ങയുടെ സംരക്ഷണം തരണമേ. എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് തരണമേ കർത്താവേ. എല്ലാ ദുഷ്ടാദികളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ. ഈശോയെ, വൈരാഗ്യം, വിദ്വേഷം അതെല്ലാം ഞങ്ങളുടെ അടുത്ത് മാറ്റണമേ കർത്താവേ. ഈശോയെ, എല്ലാ ബന്ധനങ്ങളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുള്ള ബന്ധനങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റണമേ. ഈ സമയം ഞങ്ങളില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും, ആ ബന്ധനങ്ങൾ കർത്താവേ, ഞങ്ങളുള്ള ബന്ധനങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങയ്ക്ക് മാത്രം അറിയാൻ സാധിക്കുമല്ലോ കർത്താവേ. അങ്ങയുടെ മാലാഖമാരെ അയച്ച് എല്ലാ ബന്ധനങ്ങളും ഞങ്ങളെ മോചിപ്പിക്കണേ കർത്താവേ. ഞങ്ങളുടെ ബുദ്ധി തരത്തിലുള്ള ബന്ധനങ്ങൾ, ഞങ്ങളുടെ ശാരീരിക തരത്തിലുള്ള ബന്ധനങ്ങൾ, ഞങ്ങളുടെ ആത്മാവിന്റെ ബന്ധനങ്ങൾ, ഇതെല്ലാം അങ്ങ് അഴിച്ചു മാറ്റണമേ കർത്താവേ. ഈ സമയം അതിനുള്ള കൃപ തരണമേ കർത്താവേ. അതിനുള്ള ആത്മീയ കൃപ തരണമേ. അതിനുള്ള ശക്തിയും തരണമേ കർത്താവേ. കർത്താവിന്റെ ആശ്രയം, പരിപൂർണ ആശ്രയം ഞങ്ങൾ കർത്താവേ. സകല മുനാക്കുമാരെ വഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായത്തില് 8-ാം വാക്യം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോ ഈ കൃപ ഉപയോഗിക്കുന്ന കർത്താവ് നമ്മളിൽ നിന്ന് ബന്ധനങ്ങളെല്ലാം എടുത്ത് കളയുവാനായിട്ട്. ഈശോ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 18 തൊട്ട് 20 വരെയുള്ള തിരുവചനത്തില്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അവരുടെ മധ്യേ ഈശോ ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-22 വാക്യത്തിലും, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. യെശയ്യാ 11-4 വാക്യത്തില്, ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും, അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. യെശയ്യാ പ്രവാചകൻ 41-ാം അധ്യായത്തിൽ 15-16 വാക്യത്തില് യെശയ്യാ പ്രവാചകൻ പറയാണ്, നമ്മളെ പറ്റിയാണ് പറയുന്നത്, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ജോബ് പുസ്തകം 12-14 വാക്യത്തില് നമ്മളോട് പറയുകയാണ്, ദൈവം നശിപ്പിച്ചത് തന്നെ, ദൈവം പുനരുദ്ധരിച്ചത് തന്നെ. അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല, അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. ഈശോ ചെയ്താൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് കർത്താവിന്റെ കൃപയാണ്. മത്തായി 12-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിലോ, ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും. ബന്ധിച്ചാൽ മാത്രമേ കവർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളെന്ന് സങ്കീർത്തനം 2:9 സങ്കീർത്തനം, ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. സങ്കീർത്തനം 44:5 സങ്കീർത്തനം 107:16 അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തും, ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. ഈശോ തന്റെ മാലാഖമാരെ അയച്ച് എല്ലാ ബന്ധനത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു. തോബിത്ത് പുസ്തകം 8:1-4 പറയുന്നു, റാഫേൽ മാലാഖ വന്ന് ബന്ധിക്കുന്നു. അതിനുശേഷമാണ് അവർ പ്രാർത്ഥന നടത്തുന്നത്. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവൻ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപശകലത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളുമിട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു.
മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേലെ ചുരിയും. തോബിത്ത് 3:17 റാഫേൽ മാലാഖ ബന്ധിക്കുന്നതായി പറയുന്നു. ഈ നിമിഷത്തില് എല്ലാവരും കണ്ണടച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവരുള്ളവര് ആത്മാവിനെ 6:18 ആത്മാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമം ഒറ്റ നാമത്തിന്റെ ശക്തിയാല് ഈശോയെ അങ്ങയുടെ നാമത്തിന്റെ ഒറ്റ നാമത്തിന്റെ ശക്തിയാൽ എല്ലാവരുടെ ബന്ധനങ്ങളെയും എല്ലാ വൈരാഗ്യങ്ങളെയും എല്ലാ എല്ലാ ജഡീയ മൗനതകളെയും ജഡീയ ആസക്തികളെയും എല്ലാവരുടെ വൈരാഗ്യം എല്ലാ വൈശാഖ്യ ബന്ധനങ്ങളെയും വെളിപാട് 2:24 ജീസസ് ഈ നിമിഷത്തിൽ ഈ സ്ഥലത്തിൽ നിന്നും എല്ലാ വിട്ടുവാണും ഇവിടെ വന്നിരിക്കുന്ന ഭവനത്തിൽ നിന്നും എല്ലാ തടസ്സങ്ങളും എല്ലാ വന്ദനങ്ങളും വിട്ട് കർത്താവിന്റെ വാർത്ത പോകാൻ സാധിക്കുന്നു. എല്ലാ വിധമകനാൻ സാധിക്കുന്നു. അങ്ങനെ ഞങ്ങളെ കൈ ശുദ്ധീകരിക്കണമേ. ആരാധന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മാത്രം കൈ കൊടുക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, കർത്താവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.